ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഈ വീഡിയോ ആക്ച്വലി ഞാൻ ഷൂട്ട് ചെയ്തത് കുറേ ലോങ് ബാക്കാണ് കേട്ടോ. ഞാൻ ദുബായിലുണ്ടായിരുന്ന സമയത്ത് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. പക്ഷേ ഞാൻ ഇപ്പോഴാണ് അത് അപ്ലോഡ് ചെയ്യുന്നത്. ബിക്കോസ് കുറച്ച് തിരക്കും കാര്യങ്ങളുമായിട്ട് ഞാനത് എഡിറ്റ് ചെയ്യാൻ വിട്ടുപോയ കാര്യമാണ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒത്തിരി നാളായി, ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്താ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുവാണെങ്കിൽ എൻ്റെ പേര് വന്ദന, എൻ്റെ ചാനലിൻ്റെ പേര് മോബ് സ്ക്രിപ്റ്റ് എന്നാണ്. ഞാൻ മെയിൻലി ഒരു ലൈഫ് സ്റ്റൈൽ വീഡിയോ, കുറച്ച് കുക്കിംഗ് വീഡിയോ, മേക്കപ്പ് റിലേറ്റഡ് വീഡിയോ, ബേബി റിലേറ്റഡ് വീഡിയോസൊക്കെയാണ് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ലൈക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒത്തിരി നാളായി വീഡിയോസ് ചെയ്തിട്ട്. ഇടയ്ക്ക് കുറച്ച് ഷോർട്സ് ഒക്കെ ചെയ്യുമായിരുന്നെങ്കിലും റെഗുലറായിട്ടുള്ള നമ്മുടെ ലോങ് വീഡിയോ ചെയ്തിട്ട് ഞാൻ ഒത്തിരി നാളായി. അപ്പോൾ ഞാൻ കരുതി ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതും ഞാൻ ഈ പറഞ്ഞ കൂട്ട് ഇവക്കുട്ടിയൊക്കെ ഉണർന്നതിന് ശേഷമാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. അതുവരെയും അങ്ങനെ ഒരു പ്ലാനൊന്നും ഇല്ലായിരുന്നു. സോ അപ്പോൾ ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന്. ഇത് എത്രത്തോളം സക്സസ്ഫുൾ ആകുമെന്നൊന്നും എനിക്കറിയില്ല. സ്റ്റിൽ നമുക്ക് എടുക്കാം. അപ്പം ഞാനിപ്പോൾ ഓൾറെഡി ഇവക്കുട്ടീനെ ഡേ കെയറിലൊക്കെ വിട്ടു. എന്നിട്ട് തിരികെ വന്ന് കുറച്ച് നേരം ഞാൻ കിടക്കുമായിരുന്നു. ചുമ്മാ മൊബൈലൊക്കെ നോക്കി ഇങ്ങനെ കിടക്കുമായിരുന്നു. വിശേഷങ്ങൾ പിന്നെ ഇവിടുത്തെ മേജർ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ UAE മഴയായിരുന്നു. എനിക്ക് തോന്നുന്നു ന്യൂസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇവിടെ കുറച്ച് ഫ്ലഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ബട്ട് ഇപ്പോൾ എല്ലാം ബാക്ക് ടു നോർമൽ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് ഒട്ടും ഇങ്ങനെ സംസാരിച്ച് ബോറടിപ്പിക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ രാവിലെ ചാച്ചു ഓഫീസിൽ പോയതിന് ശേഷമുള്ളത് കേട്ടോ ഞാൻ ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ ദോശയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ദോശയൊക്കെ ചെയ്തിട്ട് നേരെ ഞാനും ഇവക്കുട്ടിയും കൂടി ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുവാണ്. കാര്യം ഇത് കഴിഞ്ഞിട്ട് വേണം ഇവക്കുട്ടീനെ എനിക്ക് ഡേ കെയറിലേക്ക് കൊണ്ടുപോകാനായിട്ട്. ഇവക്കുട്ടിക്ക് ഞാൻ സ്നാക്സ് ആയിട്ട് കൊടുത്തു വിട്ട് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഈ ലോട്ടസ് സീഡ് ഉണ്ടല്ലോ, അതിൽ നമ്മുടെ ചോക്ലേറ്റ് കോട്ടഡായിട്ട് കിട്ടും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതായിരുന്നു കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. ഒരാളുടെ ഡേ കെയറിൽ പോകുന്ന കാഴ്ചയാണ് കേട്ടോ ഇത് കാണുന്നത്. എവിടെ പോവാ? ഇതും കൊണ്ടാണോ ഡേ കെയറിൽ പോകുന്നേ? ആരെ കാണിക്കാനാ? ഓഹോ, അങ്ങനെ ഞങ്ങൾ ഡേ കെയറിൽ പോവാണ്. ഇവക്കുട്ടിയും കൊണ്ട് ഞങ്ങൾ അങ്ങനെ ഡേ കെയറിലേക്ക് പോവാണ്. ഇപ്പൊ ഡേ കെയറിൽ പോയിട്ട് വരാന്ന് പറയും. വാ, പോയിട്ട് വരാന്ന് പറയേ, ക്യാമറ നോക്കി പറയേ. ഡേ കെയർ എത്തിയോ? ആണോ? യുവിനെ കൊണ്ടുവന്ന് പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവിടെ കുറച്ച് ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി ലഞ്ചൊക്കെ എടുത്ത് കഴിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പണികൾ, നമ്മുടെ ഒരു റൂമേ ഉള്ളൂ ബട്ട് സ്റ്റിൽ നമുക്ക് ക്ലീൻ ആക്കാനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ അവിടെ ഒന്ന് തട്ടിക്കുടഞ്ഞ് ഒക്കെ ക്ലീൻ ചെയ്തൊക്കെ ഇടുവാണ്. ആക്ച്വലി ഇച്ചിരി സ്ഥലമേ ഉള്ളൂവെങ്കിൽ കൂടി ഭയങ്കരമായിട്ട് മെസ്സാവും. മേ ബി എനിക്ക് തോന്നുന്നു ഇച്ചിരി സ്ഥലമല്ലേ ഉള്ളൂ, അതുകൊണ്ടാകാം പെട്ടെന്ന് തന്നെ മെസ്സാകുന്നത്. ഈ സ്ഥലപരിമിതികൾക്ക് ഉള്ളിൽ നിന്നിട്ടാണല്ലോ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് എപ്പോഴും ഫുഡൊക്കെ കഴിക്കുന്നത് നമ്മൾ ബെഡിലിരുന്നിട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബെഡൊക്കെ ചീത്താവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ ക്ലീൻ ചെയ്തിടണം. അപ്പം ഞാനതൊക്കെ ഇങ്ങനെ ചെയ്യുവാണ്. എൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വൈകുന്നേരം ചായ കുടിക്കാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അന്നേരം ചായ കുടിക്കാനായിട്ട് എന്ത് കഴിക്കും എന്നുള്ളൊരു ചിന്തയിലിരിക്കുമ്പോഴാണ് ഞാൻ കരുതിയത് നമ്മുടെ ഈ കടുകൊക്കെ പൊട്ടിച്ചിട്ട് നമ്മുടെ ഈ അരിപ്പൊടി കൊണ്ടിട്ട് ഉണ്ടാക്കുന്നൊരു സംഭവം കേട്ടോ. അരിപ്പൊടീനെ ചൂടുവെള്ളത്തിൽ കുഴച്ച് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് അത് നമ്മളിങ്ങനെ കടുക് താളിച്ചെടുത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എനിക്കത് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വേഗം തന്നെ അതൊന്ന് ചെയ്തെടുക്കുവാണ്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ വേണ്ടിയിട്ട് മാവ് കുഴക്കില്ല, അതുമാതിരി കുഴച്ചിട്ട് ചെറിയ 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 ബോൾസ് പോലെ ആക്കാം ഞാൻ. പക്ഷേ ഇവിടെ ബോൾസിന് പകരം ചെറിയ വേറൊരു ഷേപ്പിലാക്കി എടുത്തു എന്നേ ഉള്ളൂ. എന്നിട്ട് കടുകൊക്കെ താളിച്ച് എടുക്കാം. പക്ഷേ ഇത് കുറച്ചുകൂടി ടേസ്റ്റ് ചെമ്പാവരിയിൽ ചെയ്യുമ്പോഴാണ്, ചെമ്പാ അരി ഉണ്ടല്ലോ അതിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള നമ്മുടെ പച്ചരി
പൊടിയിലാണ് ഞാനിപ്പോൾ ചെയ്തത്. നല്ല ടേസ്റ്റാണ് ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഉണ്ടാക്കിയിട്ട് പോയിരുന്നിങ്ങനെ കഴിച്ചിട്ടിരിക്കുവാണ്. ആണോ? ഇന്നെങ്ങനെ ഉണ്ടായിരുന്നു? ഇവ നിക്ക്, ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു പറയൂ. ഹൗസ് യു ഡേ? ആരൊക്കെ വന്നു? ആ പിന്നെ പിന്നെ അതാരാ? യോ വികൃതി രാമൻ വന്ന പാടെ ഇതാ ബിസ്ക്കറ്റും കഴിച്ചിട്ട് അതിൻ്റെ പൊടി എത്രയും വാരി ഇതാ താഴെ ഇട്ടേക്കുക. വികൃതിക്കുട്ടൻ്റെ വികൃതികൾ അല്ലേ? എന്തിനാ അങ്ങനെ ഇച്ചിച്ച് കാണിച്ചേ? വെരി ഇസ് ദ ചോക്ലേറ്റ്? ഗീവ് ഓ ഓക്കെ. വൈകുന്നേരം ഞാനും മോനും കൂടി ബാൽക്കണിയിൽ നിൽക്കുമ്പോഴാട്ടോ ചാച്ചു ദൂരത്തുനിന്ന് വരുന്ന കണ്ടേ. അപ്പോൾ അത് കണ്ടിട്ട് അവന് ഓടുവാണോ, അമ്മ ഓടി വാ, ഒളിച്ച് നിന്നിട്ട് നമുക്ക് അപ്പേനെ പേടിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. പാവൻ ജോലി കഴിഞ്ഞ് വരുവാണ്. അപ്പോൾ ചാച്ചുവിനെ കാണുമ്പോഴത്തേക്കും നമുക്ക് രണ്ടുപേർക്കും, മോനും എനിക്കും ഒരുപോലെ ഹാപ്പിയാണ്. ഞങ്ങൾക്ക് പിന്നെ കുറച്ചുകൂടി ഹാപ്പി ആയിട്ടുള്ളൊരു സമയമാണ്. ബൈ പോട്ടെ ബാ. എന്നിട്ട് പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നിയർ ബൈ ആയിട്ടുള്ള കാരിഫോറിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരാൾ മിനിസോയിൽ കയറിയിട്ട് ഭയങ്കര വാശി പിടിച്ച് കരയുന്നതാണ് നിങ്ങൾ ഈ കണ്ടിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. സോ ഞാൻ ഇന്നത്തെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ബിക്കോസ് ഞങ്ങളിത് ചാച്ചു വീട്ടിലെത്തി. എന്നിട്ട് ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഒരു ഈവനിങ് വാക്ക് പോലെ ജസ്റ്റ് ഒന്ന് നടക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുവാണ്. പറ്റുവാണെങ്കിൽ ഞാൻ അവിടുത്തെ വിഷ്വൽസും കൂടി ഇതിൽ കൂടി ഇൻക്ലൂഡ് ചെയ്തേക്കാം, പറ്റുവാണെങ്കിൽ മാത്രം കേട്ടോ. ബിക്കോസ് എൻ്റെ ഫോണിൽ അങ്ങനെ ചാർജൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. സോ അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുവാണെങ്കിൽ എൻ്റെ ചാനൽ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോണ്ടൻറ്റ്സോ ടോപ്പിക്സോ ഉണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോയുടെ വീണ്ടും കാണാം. അതുവരെ ബൈ.